നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണെന്ന് ED ഹൈക്കോടതിയിൽ. രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പാണെന്നും ED പറയുന്നു. ED പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് വിശദീകരണം. മാരകമയക്കുമരുന്നായ MDMA-യുമായി പുല്ലൂറ്റിൽ യുവാക്കൾ പോലീസ് പിടിയിൽ. പുല്ലൂറ്റ് KKTM കോളേജ് ഗ്രൗണ്ട് പരിസരത്ത് നിന്നുമാണ് 1.5 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ പിടികൂടിയത്. ചാപ്പാറ അറക്കപ്പറമ്പിൽ അജിത് കുമാർ, കോട്ടപ്പുറം എടപ്പള്ളി മാലിക് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന എടവലങ്ങ് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം തടയാൻ മണ്ണുകൊണ്ട് കടൽഭിത്തി നിർമ്മിച്ച എടവലങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ നടപടികൾ അപഹാസ്യമാണെന്ന് കോൺഗ്രസ്. തീരദേശ ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതിരപ്പള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിന് പാമ്പ് കടിയേറ്റു. തവളക്കുഴി പാറ ആദിവാസി കോളനിയിലെ പുഷ്പാകരനാണ് കാടിനകത്ത് വെച്ച് പച്ച അണലി എന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത്. പ്രമുഖ ഫുട്ബോൾ താരവും അന്താരാഷ്ട്ര കോച്ചുമായിരുന്ന TK ചാത്തുണ്ണി ചാലക്കുടിക്കും നമ്മുടെ രാജ്യത്തിനും അഭിമാനം ഉയർത്തിയ കായിക പ്രതിഭയായിരുന്നുവെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. നഗരസഭ ഓഫീസിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ ചെയർമാൻ AB ജോർജ് അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത്, ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമും ട്രോളിയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. മൂതരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. തുടർച്ചയായി ഉണ്ടാകുന്ന ആനശല്യം തടയാൻ വനംവകുപ്പ് നടപടിയെടുക്കാത്തതിനെതിരെ കോൺഗ്രസ് മൂതരക്കണ്ണിയിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ മുള്ളൂർക്കരയിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം 8:30 അപകടം. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ചെറുകോണം സ്വദേശി സേതു മാധവനാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ചാലക്കുടിയിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബ് തകർന്നത് അപകടക്കെണിയായി മാറുന്നു. സുന്ദരക്കവല ജംഗ്ഷനിൽ നിന്നും ചാലക്കുടിയിലേക്കുള്ള സർവീസ് റോഡിൽ പോട്ട സിഗ്നൽ ജംഗ്ഷനിലെ കാനയ്ക്ക് മുകളിലെ സ്ലാബ് തകർന്നിരിക്കുന്നത്. കാൽനട യാത്രക്കാരുടെ കാൽ തെറ്റിയാൽ കാനയിലേക്കായിരിക്കും ചെന്ന് പതിക്കുക. മുരിയാട് AUP സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനവും പ്രക്രിയകളും എളുപ്പത്തിൽ മനസ്സിലാക്കും വിധമായിരുന്നു സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. 152 വിദ്യാർത്ഥികളായിരുന്നു വിദ്യാലയത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.